2017 എനിക്ക് മെയിൻസിന് എത്ര പേപ്പർ ഉണ്ടെന്നും അറിയില്ല. ക്ലിയർ ചെയ്ത ഈ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കുറവ് സമയം UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 2017 സമയത്തുണ്ടായ ഒരു 6 സപ്ലി. ഇപ്പം ഞാൻ ആലോചിക്കും എന്താണ് ഈ പേപ്പർ പോയത്. ഒരുപാട് പേര് ജയിച്ചു. ഇൻസൾട്ടുകൾ എല്ലാവരെയും ഫ്യൂൽ ചെയ്യും. കാരണം നമുക്ക് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടവും ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് ധൈര്യം വരുന്നത്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 656 റാങ്ക് നേടിയ വൈശാഖാണ്. ആലപ്പുഴയിൽ നിന്നുള്ള വൈശാഖ് ലാസ്റ്റ് ഗ്രേഡ് സർവീസിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയത്. വൈശാഖിന് ഒത്തിരി വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ട്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹൈ വൈശാഖ്. ഹലോ സർ. വൈശാഖെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? വൈശാഖിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നാട് എവിടെയാണ്, എന്താ പഠിച്ച്, അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? സാർ, എൻ്റെ പേര് വൈശാഖ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പൂങ്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം ഒരു SN നഴ്സറി ആൻഡ് പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. UP സ്കൂൾ SSCMB ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പറഞ്ഞൊരു പൊതുവിദ്യാലയമാണ്. ഹൈസ്കൂൾ പൂങ്കാവ് മേരി ഇമാക്കുലേറ്റ്, ഹയർ സെക്കൻഡറി ഗവൺമെൻറ് HSS കലൂർ. ഈ സാഹചര്യത്തിൽ ഒരിക്കലും UPSC എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങളൊന്നും ആയിരുന്നില്ല അത്. കാരണം ഒരു വളരെ സാധാരണക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേര് കേട്ട സ്റ്റുഡൻസ് ഒന്നും പഠിക്കാത്ത സ്ഥാപനമായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന ആലപ്പുഴ ST കോളേജാണ്. അവിടെ നിന്നും UPSC എന്നൊരു തോട്ട് മനസ്സിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ചെറിയ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലേക്കും കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആകസ്മികമായിട്ടാണ് UPSC ഫീൽഡിലേക്ക് ഞാൻ എത്തുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു? വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ. അച്ഛനൊരു വണ്ടി ഓടിക്കുകയാണ്, അമ്മ ഒരു ഗൃഹനാഥയാണ്, അനിയൻ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ UPSCയെ കുറിച്ച് അങ്ങനെ ഒരു പ്ലാനേ ഇല്ലായിരുന്നു, വളരെ ആകസ്മികമായി UPSCയിലേക്ക് വന്നതാണ് എന്ന്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ആക്ച്വലി UPSC എന്നൊരു ആഗ്രഹം തുടങ്ങിയത്? UPSC എന്നൊരാഗ്രഹം എപ്പോഴും ഒരു വലിയൊരു ഫെയിം, ഒരു റിസൾട്ട് വരുന്ന സമയത്തേക്കും ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളിലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിലേക്ക് വരാൻ ഭയങ്കര താല്പര്യം തോന്നും. അങ്ങനെ ഒരു താല്പര്യം മാത്രമായിരുന്നു. ഇപ്പം എൻ്റെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ക്വിസിനൊക്കെ പോയ ഒരുപാട് കാര്യങ്ങൾ, അതിനടിയിൽ വരുന്ന കമൻറ്റ് മൊത്തം ഇതാണ്: നിങ്ങൾക്ക് UPSC പഠിക്കാം, കിട്ടും, സിവിൽ സർവീസ് കിട്ടും. കാരണം ഒരു നോളജിനോടൊരു വലിയ താല്പര്യം ഉണ്ടെന്ന് ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴും എൻ്റെ മനസ്സിലില്ല. പിന്നെ ചെറിയ തോതിൽ ഒന്ന് എഴുതി നോക്കാമെന്ന് എഴുതി നോക്കി. എഴുതിയ വർഷവും വളരെ രസകരമായിരുന്നു. കാരണം ഒരുപാട് സപ്ലിയൊക്കെ അടിച്ച് ഇരിക്കുന്ന, അപ്പം ഒരു വർഷം കൊണ്ട് എടുത്തിട്ട് വേണം സപ്ലി ക്ലിയർ ചെയ്യാൻ. അപ്പം ആ സാഹചര്യത്തിൽ എഴുതി. അപ്പം ഈ പണ്ടുള്ള കേൾക്കുന്നൊരു കാര്യമാണ്, സിവിൽ സർവീസ് പഠിച്ചാൽ നിനക്ക് എന്തെങ്കിലും കിട്ടും, ഇതിനുവേണ്ടി പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു ഇതിലാണ് അതൊന്ന് ചെയ്തു നോക്കാമെന്ന് കരുതിയാണ് 2017 ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. 2017 ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഈ പരീക്ഷ എന്താണ്, ഏതാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരുന്നു. ആൻഡ് 2017 വൈശാഖും ഇപ്പോൾ 2025 വൈശാഖും ഈ UPSCയെ കുറിച്ചുള്ള അറിവും തിരിച്ചറിവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? 2017 എനിക്ക് മെയിൻസിന് എത്ര പേപ്പർ ഉണ്ടെന്നും അറിയില്ല. എന്തൊക്കെ എഴുതാനുണ്ട്, കുറേ പേപ്പർ എഴുതാനുണ്ട്, essay പോലെ കുറേ ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്, ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നും അറിയത്തില്ല, അങ്ങനെ ഒന്നും അറിയില്ല. ശരിക്കും എന്തോ 3 സ്റ്റേജ് ഉണ്ട്, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഉണ്ടെന്നറിയാം. അപ്പം UPSC ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പം സിസാറ്റ് പരീക്ഷ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം എന്തൊക്കെ ചോദിക്കുന്ന അറിയത്തില്ല. മാത്സും ഇംഗ്ലീഷും ചോദിക്കും, പക്ഷെ അന്ന് വലിയ കുഴപ്പമില്ല, സിസാറ്റ് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ GS പറ്റി ഒരു ഐഡിയ ഇല്ല. GS ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് എഴുതിയപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും നമുക്ക് പറ്റില്ല. കാരണം 1-2 ഫാക്ച്വൽ ABCD ക്വസ്റ്റ്യൻസ് അല്ലാതെ വലുതായിട്ടൊന്നും എഴുതില്ല. അപ്പം സ്കോർ വന്നപ്പോൾ ഏകദേശം 60 മാർക്ക്. ആ വർഷം കട്ട് ഓഫ് 100+ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ 60 മാർക്കാണ് കിട്ടിയത്. അന്ന് മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ ഈ സാധനവും ക്ലിയർ ചെയ്യും, കുറച്ച് ഗൈഡൊക്കെ എടുത്ത് മേടിച്ചെങ്കിൽ പഠിച്ചാൽ മതി, ക്ലിയർ ചെയ്യും. അപ്പം ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. PSC ഒക്കെ ക്ലിയർ ചെയ്യും. അവർ പറയും ഇത് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് PSC ഗൈഡൊക്കെ നേരത്തെ പഠിച്ചിരുന്ന ക്ലിയർ ചെയ്യും എന്ന മട്ടിലാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എളുപ്പമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ മനസ്സിലായി അത് എത്രത്തോളം ടഫസ്റ്റ് ജേണി ആയിരുന്നു. പിന്നെ പരാജയങ്ങൾ അഭിമുഖീകരിക്കാൻ പഠിച്ചു. ഒരുപക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് 2017 എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആവുമായിരുന്നു. പക്ഷേ പരാജയങ്ങളിൽ പ്രശ്നമില്ലാത്ത, ഏത് പരാജയം വന്നാലും അത് പരാജയം ജയത്തെ പോലെ കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറി. മാത്രമല്ല ഈ എക്സാമിനെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ ധാരണ കൊടുക്കാനും പറ്റുന്ന ഒരളവിലേക്ക് 2017-25 എത്തിയപ്പോഴേക്കും മാറി എന്നുള്ളതാണ്. നമുക്ക് ഓരോ പരീക്ഷ ക്ലിയർ ചെയ്യാനും അതിൻ്റെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുട്ടൻസ് ഉണ്ട് അല്ലേ? അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ UPSC ഉൾപ്പെടെ ഒരു പരീക്ഷയും അത്ര പാടല്ല.
വൈശാഖ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു UPSCയുടെ ഒരു മെയിൻ ഗുഡ് ടിപ്സ് അല്ലെങ്കിൽ മെയിൻ ട്രിക്ക് അതെന്തായിരിക്കും? ഞാൻ ഇത്തരത്തിലൊരു തോട്ട് എനിക്ക് വരുന്നത് ഞാൻ ഗ്രാജുവേഷനിൽ എൻ്റെ പരാജയങ്ങളാണ്. 2017 സമയത്തുണ്ടായ ഒരു 6 സപ്ലി. ഇപ്പം ഞാൻ ആലോചിക്കും എന്താണ് ഈ പേപ്പർ പോയത്. ഒരുപാട് പേര് ജയിച്ചു. അപ്പം ജയിക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ പിന്നെ നീക്ക് എന്തിനാണ് കോളേജിലേക്ക് പോകുന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കും. കാരണം ജയിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ ആ തോട്ടിൽ നിന്ന് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് തോറ്റത്. അപ്പം ഞാൻ ക്വസ്റ്റ് പേപ്പറൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ജയിച്ച ആളുകൾ ചെയ്യുന്നത് മുഴുവൻ പഠിക്കുകയല്ല, വളരെ പ്രിയോറിറ്റി ഏരിയാസ് സെലക്ട് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും, ഒരു ട്രെൻഡ് മനസ്സിലാവും. ഈ ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം. അപ്പം ഞാൻ അന്ന് ഇത് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഈ സെയിം ഐഡിയ ഞാൻ പിന്നീട് UPSCയിലേക്കും റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ ട്രിക്ക് എനിക്ക് മനസ്സിലായി. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഈ പ്രിയോറിറ്റി ഏരിയാസിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ പ്രിയോറിറ്റി ഏരിയാസ് നമ്മൾ അത്യാവശ്യം കവർ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാനുള്ള കാരണം ഉണ്ടാവും. പിന്നെ വേണ്ടത് നമുക്ക് ലോജിക്കാണ്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടത് കുറേ ചിന്താശേഷി അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഏതൊരു സിറ്റുവേഷൻസിലും ചില ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നമുക്കൊരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടൊരു പരീക്ഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. UPSCയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ അൺപ്രഡിക്റ്റബിൾ സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. അപ്പം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും എന്ന് കുറച്ച് മനസ്സിലാക്കി വയ്ക്കുക. അത് UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൊടുക്കുന്ന ടെസ്റ്റ് മെറ്റീരിയലും എല്ലാം പഠിച്ച ശേഷം ഞാൻ ഓക്കെ ആണ്, വീട്ടുകാർ ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, എല്ലാം പഠിച്ചു, നീ എല്ലാം പഠിച്ചു എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്ത എല്ലാ മെറ്റീരിയൽസും പഠിച്ചു. UPSCയിലേക്ക് ചെല്ലുന്ന സമയത്തേക്ക് നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത കുറേയധികം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അന്ന് വിശ്വസിക്കുന്നു നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വരുമെന്നുള്ളത് കാര്യവും നമ്മൾ UPSC പ്രിപ്പറേഷനിൽ. അപ്പോൾ ആ ഒരു തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺസിസ്റ്റൻസി നമുക്ക് വേണം. ഒരു പരീക്ഷയ്ക്ക് ഫെയിൽഡ് ആയാലും നമ്മൾ നേരത്തെ ഇട്ട എഫേർട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫേർട്ട് എടുക്കണം. ഇപ്പോൾ ചിലർ വിശ്വസിക്കും ഞാൻ 10 മണിക്കൂർ പഠിച്ചിട്ട് കിട്ടിയില്ല, അപ്പോൾ എനിക്കിനി പറ്റത്തില്ല, എനിക്കിതിൽ കൂടുതൽ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ക്ലിയർ ചെയ്ത ഈ വർഷമാണ്, ക്ലിയർ ചെയ്ത ഈ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കുറവ് സമയം UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം ജോലിയൊക്കെ ആയിട്ടുള്ള കാര്യം. പക്ഷേ എൻ്റെ 6 മണിക്കൂർ പഠിച്ചാൽ അത് ചിലപ്പോൾ 10-12 മണിക്കൂർ പഠിക്കുന്ന എഫക്റ്റീവ്നെസ്സിലേക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ജോലിയോടൊപ്പം ഒരു ദിവസം 6 മണിക്കൂർ പഠിച്ചാണ് പ്രൈമറിലി വൈശാഖ് ഈ പ്രാവശ്യം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തത്. അപ്പം ഈ ജോലിയോടൊപ്പം ഈ പരീക്ഷ വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജോലിയോടൊപ്പം എങ്ങനെ പഠിക്കണം, ഇങ്ങനെ ആലോചിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും. റൈറ്റ്, പലർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് സിവിൽ സർവീസ്. എന്നാൽ അതിലോട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കാൻ നമുക്ക് ഒന്നൊരു സെൽഫ് ഡൗട്ട് ഉണ്ട്, പിന്നെ 2 ഇതെങ്ങനെ പഠിക്കും, എങ്ങനെ സമയം കണ്ടെത്തും. അപ്പോൾ വൈശാഖിൻ്റെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ, അതുപോലെ ഒരു വീക്ക്ലി എന്തായിരുന്നു ടാർഗറ്റ്സ്, എങ്ങനെയായിരുന്നു പഠനക്രമം? ശരിക്കും ഒന്നും രക്ഷയില്ല. കാരണം നമുക്കൊരിക്കലും ഒരു സാധാരണ സർക്കാർ ജോലി കൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാരോട് തന്നെ പലരും ചോദിക്കും, ഈ ലാസ്റ്റ് ഗ്രേഡിൽ പോയി ജീവിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗ്രാജുവേഷൻ പഠിച്ചത്, നേരെ തന്നെ +2 കഴിഞ്ഞൊരു PSC കോച്ചിങ്ങിന് പോയ പോരെ, എന്തിനാണ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകുമ്പോൾ ഒത്തിരി പൈസയൊക്കെ എന്തിനാണ് വെറുതെ കളയുന്നത് എന്നുള്ള തോട്ട്സ് പലതവണ കിട്ടി. അപ്പം 2023 വളരെ ആക്സിഡൻ്റായിട്ടൊരു ഫെയിലിയറൂടെ സംഭവിക്കുന്നത് പ്രിലിംസിൽ. അപ്പോൾ മനസ്സുമല്ലാതെ ഒരു തകരുന്ന അവസ്ഥ. അപ്പം ഞാൻ മനസ്സിലാക്കി ചില കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യുമായിരുന്നു. പ്രിലിംസ് അത്ര പ്രശ്നമുള്ള കാര്യമല്ല, മുൻപ് വർഷങ്ങളെ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇനി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ ഞാൻ പിക്ക് ചെയ്തു. ഷെഡ്യൂൾ ഇതാണ്: രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ പഠിക്കുക, അതുപോലെ ഈവനിങ് 6 മണി തൊട്ട് 9 മണി പഠിക്കുക. 6 മണിക്കൂർ മിനിമം, ചിലപ്പോൾ അതിൽ കൂടുതൽ പഠിക്കാം. ഈ 6 മണിക്കൂർ റൂള് ഞാൻ ഫോളോ ചെയ്തു. 6 to 9, then 6 to 9. ഈ റൂളാണ് വളരെ എഫക്റ്റീവായത്. അതിനൊപ്പം ഞാൻ വെച്ചാൽ ഇത് മതിയാവില്ല. കാരണം UPSC എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം നല്ലതാണ്. അപ്പം ഞാനൊരു അടുത്തൊരു കാര്യം കൂടെ ചെയ്തത്, ശനി ഞായർ ദിവസങ്ങൾ അല്ല അവധി ദിവസങ്ങളിൽ ഈ 6 മണിക്കൂർ 10 മണിക്കൂറാക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വീക്കിലി നമുക്കൊരു 40+ അവേഴ്സ് UPSCക്ക് വേണ്ടി നമുക്ക് ഡിവോട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ 45 മണിക്കൂർ വളരെ എഫക്റ്റീവ് ആയിരിക്കണം. ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാതെ വളരെ പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട് വേണം അത് സ്പെൻഡ് ചെയ്യാൻ. അത്തരത്തിൽ പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജോലിയല്ല വേറെ എന്തുണ്ടെങ്കിലും നമുക്ക് UPSC പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഒരു ജോലിയോടൊപ്പം കൊണ്ടുപോകുമ്പോൾ ജോലിയുടേതായ പ്രഷേഴ്സ് ഉണ്ട്. ആൻഡ് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം, ഒരു നല്ല എൻവയൺമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെല്ലാം വൈശാഖ് എവിടെ ഇരുന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്? ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ പഠിക്കുമായിരുന്നോ, ഭക്ഷണം കഴിക്കുമ്പോൾ പഠിക്കുമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? അതെ, കാരണം അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ഫോർച്യൂണിൻ്റെ തന്നെ മെറ്റീരിയൽസ് ടെലിഗ്രാമിൽ വരാറുണ്ട് ഡെയിലി. നമുക്കിപ്പോൾ ടെലിഗ്രാമിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ കയറി ഫോർച്യൂൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യും.
അപ്പം നമ്മുടെ മൈൻഡ് ആക്ടിവിറ്റി ആവുകയാണ്. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് അങ്ങനെ ടെലിഗ്രാമിൽ ചെയ്യാം. അപ്പോൾ ഈ ഓരോ സമയം ഈ ചെറിയ ചെറിയ ഇൻപുട്സ് നമ്മളത് റിസൾട്ട് ഉണ്ടാവുന്നത് ആ ഒരു ഫൈനൽ സ്റ്റേജ് പ്രിലിംസ് ഇരിക്കും. അപ്പം നമ്മൾ ആ ഒരു 5 മിനിറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ആ ടെലിഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സംഭവം അവിടെ ഉപകാരപ്പെടും. പിന്നെ നമുക്ക് പഠന സംബന്ധമായി ഒരു ഇരുന്ന് പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ മനസ്സിൽ കരുതണം. നമ്മൾ എവിടെ പോയിരുന്നാലും പഠിക്കും. ഞാൻ അത് സെറ്റ് ചെയ്യുന്ന 2018-19 ഫ്ലഡിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് ക്യാമ്പുകളിൽ പോകുമായിരുന്നു. അപ്പോൾ ക്യാമ്പുകളിലൊക്കെ ആളുകളുമായി സഹായിക്കാനൊക്കെ പോകുന്ന സമയത്തേക്ക് നമുക്ക് അന്ന് കയ്യിൽ ആകെ ഉള്ളൊരു ഫോൺ, വേറെ ഒന്നും കൊണ്ടുപോയി ക്യാമ്പിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ചു. അപ്പോൾ നമുക്കൊരു ഫോൺ വല്ലവന് പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ ഫോൺ കിട്ടിയാലും നമ്മൾ പഠിക്കും, നമ്മൾ എവിടെ ഇരുന്നാലും പഠിക്കും, എന്ത് ഡിസ്ട്രാക്ഷനിലും പഠിക്കും. ഞാൻ അതിന് വേണ്ടി ഒരു ട്രിക്ക് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ട്രിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഇത് സ്റ്റണ്ട് ആർ പെർഫോംഡ് ബൈ എക്സ്പെർട്ട് എന്ന് പറയുന്നത് പോലെ ഒരു ട്രിക്കാണ്. ഞാൻ പഠിക്കുമ്പോൾ ഹെഡ്സെറ്റിൽ പാട്ട് വെച്ച് കേട്ട് പഠിക്കാറുണ്ട്. അപ്പം നല്ല ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. ആ ഡിസ്ട്രാക്ഷൻ എടുക്കുക പ്രിലിംസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കും, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ നോക്കും. എന്നിട്ട് ഇത് ഊരിയിട്ടും നോക്കും, ഹെഡ്സെറ്റ് ഊരിയ ശേഷം. അപ്പം ഈ ഡിസ്ട്രാക്ഷൻ, എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും പഠിക്കാൻ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തും ടെസ്റ്റ് സീരീസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു സിനിമ പ്ലേ ചെയ്യും. അപ്പോൾ ഈ സിനിമ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെയും നോക്കി ഇവിടെയും നോക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മളൊരു എക്സാം ഇരിക്കുമ്പോൾ എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും എന്ത് സംഭവിച്ചാലും ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ സെറ്റ് ചെയ്തത്. ഇപ്പോൾ പറഞ്ഞല്ലോ ദിസ് സ്റ്റണ്ട് ഇസ് പെർഫോം ബൈ ആൻ എക്സ്പെർട്ട്, ഡു നോട്ട് ട്രൈ ടു കോപ്പി എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സിനിമ ഇട്ടോ പാട്ടിട്ടോ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലെവൽ വരെ കോൺസെൻട്രേഷൻ കൂടും. പക്ഷെ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ്, എന്തെങ്കിലും അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം നല്ല രീതിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, 2019 പ്രിലിംസിൻ്റെ സമയത്താണ്. അന്ന് അതുപോലെ പെയ്ത മഴയെന്ന് പറഞ്ഞ സോങ് ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഈ സോങ് കിട്ടും കോൺഫിഡൻസിന് വേണ്ടി. അപ്പോൾ ഞാൻ പ്രിലിംസോടെ ഇരിക്കുന്ന സമയത്തേക്ക് എൻ്റെ മനസ്സിൽ മൊത്തം ഈ പാട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ ഭയങ്കര കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് പോലും ഈ സോങ് അതിൻ്റെ നല്ല വരികളും കൂടെ ആയതുകൊണ്ട് ഇതിനെ കണ്ടിന്യൂസ്ലി ഫ്ലിപ്പ് ചെയ്യുന്നു. പക്ഷെ ആ വർഷം സിസാറ്റ് പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചു. ഇത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സോൾവ് ആയി. അതെ പാസ്സായി. അതെ. രണ്ടാമത്തെ പരീക്ഷയ്ക്കാണ് പാസ്സാവാത്തത്. അത് വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. GS1 എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് കട്ട് ഓഫ് അറിയില്ല. പക്ഷെ നമ്മൾ GS1 സ്വയം അങ്ങ് തീരുമാനിച്ചു UPSC കട്ട് ഓഫ് ഇത്രയായിരിക്കും. നമ്മൾ ഫസ്റ്റ് പേപ്പർ കഴിയുമ്പോൾ തന്നെ തീരുമാനിച്ച് ഇനി സിസാറ്റ് ആയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് GS1 മോശമായപ്പോഴേക്കും അതിന് സിസാറ്റ് എഴുതിയിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ വർഷം സിസാറ്റിനായിരുന്നു പോയത്. GS1 ക്ലിയർ ചെയ്തു. കാരണം പേപ്പർ 1 ക്ലിയർ ചെയ്തു. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഡൗൺ ആയതുകൊണ്ട് സിസാറ്റ് ക്ലിയർ ആയില്ല. അപ്പോൾ എപ്പോഴും എനിക്ക് ആസ്പിരൻസിനോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ GS1 എഴുതി കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ നോക്കരുത്. നമ്മുടെ അടുത്ത് സിസാറ്റ് പോയി നോർമലായിട്ട് എഴുതുക. GS1 ടഫാകുന്നതുകൊണ്ട് മാത്രം സിസാറ്റ് ക്ലിയർ ആയി പോകുന്ന ഒത്തിരി ആസ്പിരൻസ് ഉണ്ട്. അവർ വിചാരിക്കും നമ്മളല്ലല്ലോ എന്താണ് അതിൻ്റെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. UPSC തീരുമാനിക്കാൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ സിസാറ്റ് ക്ലിയർ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ അത് പോയി നന്നായി അറ്റംപ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. എനിക്കൊരു പേടി 2021 അങ്ങനെ സംഭവിച്ചു. പക്ഷേ ആ വർഷം ഇതേ പ്രശ്നം തന്നെ. എനിക്ക് 2 തവണ സിസാറ്റാണ് പോയത്. അത് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ്. അപ്പോൾ സിസാറ്റ് പലർക്കും ഡിഫിക്കൽട്ടാണ്. അതായത് ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ടെന്ന് അറിയാമെങ്കിലും അത് 2 തവണ പോയി കഴിഞ്ഞപ്പോൾ വൈശാഖ് എന്തെങ്കിലും സ്പെസിഫിക് സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഞാൻ സിസാറ്റ് എന്തായാലും ക്രാക്ക് ചെയ്യും എന്ന് എൻഷുർ ചെയ്യാൻ എന്തെങ്കിലും പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഞാൻ അന്ന് ഫോളോ ചെയ്തൊരു 20-20 റൂളാണ്. അതായത് 20 മാത്സ് ക്വസ്റ്റ്യൻസും 20 കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും ഡെയിലി ബേസിസ് ചെയ്യുന്നത്. പലരും GS1 കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് സിസാറ്റിന് കൊടുക്കാറില്ല. കാരണം സിസാറ്റ് ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് പോയാൽ മതി എന്നുള്ളത്. പക്ഷേ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് അവസാന കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ തെളിയിക്കുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി കോംപ്രിഹെൻഷൻസും സോൾവ് ചെയ്യും, ഡെയിലി മാത്സും ചെയ്യും. ഇപ്പോൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം ഇത് നമുക്ക് പറ്റുമെന്ന് തന്നെ അറിയാം. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നതും സിസാറ്റ് ക്ലിയർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളൊരു 50-55 ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മൾ സിസാറ്റ് ക്ലിയർ ചെയ്യും. നമ്മുടെ പ്രശ്നം നമ്മൾ 80 ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം കാണുന്ന 10 ക്വസ്റ്റ്യൻ അറിയാത്തതായിരിക്കും. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. സിസാറ്റ് അടുത്ത ക്ലിയർ ചെയ്ത വർഷങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രിലിംസിലെ പേപ്പർ 1-ലായാലും ഇപ്പോൾ സിസാറ്റിലായാലും അതുപോലെ മെയിൻസിലെ പേപ്പറിലായാലും വൈശാഖ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്തത് ലീനിയർലി 1 തൊട്ട് 100 വരെ വായിച്ച് അറ്റംപ്റ്റ് ചെയ്യായിരുന്നു, അത് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് എഴുതുമായിരുന്നു? എൻ്റെ GS1 വരുവാണെന്ന് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഏറ്റവും 100% ഷുവറുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യും.
അതിനുശേഷം രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അപ്പോൾ ഞാൻ എഴുതി വെക്കും, ചില ക്വസ്റ്റ്യൻ അടുത്ത് എത്തുമ്പോഴേക്കും ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ ചെയ്യും. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് റൗണ്ടിലേക്ക് വരും. ആ ലാസ്റ്റ് റൗണ്ടിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് 50-50 ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അതിലൊരു 3 സ്റ്റേജ്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഒരു റീഡിങ് കഴിയുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് സ്റ്റേബിളായി തുടങ്ങും. സെക്കൻഡ് റീഡിങ്ങിൽ വീണ്ടും സ്റ്റേബിൾ ആവും. തേർഡ് അറ്റംപ്റ്റ് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും ലോജിക്കലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രിലിംസിലേക്കൊന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട 2020-ലാണ്. ഞാൻ 2020 പ്രിലിംസ് ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ അരമണിക്കൂർ വെറുതെ ഇരുന്നു. ഞാൻ എക്സാജറേറ്റ് പറയുന്നതല്ല, വെറുതെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വായിച്ചു വിടും, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ആദ്യത്തെ 30 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യനിലൂടെ പോവുകയാണ്, ജസ്റ്റ് ഒരു സാധ്യതകൾ പേപ്പറിൽ കറപ്പിച്ച് വയ്ക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അരമണിക്കൂറിന് ശേഷം വെരി ഫാസ്റ്റ് ആയിരുന്നു. ഈ അരമണിക്കൂറിന് ശേഷം എനിക്ക് 20-25 ക്വസ്റ്റ്യൻസ് കിട്ടി. ആ ചെയ്തപ്പോഴേക്കും സംഭവം സ്പീഡായി. നമ്മൾ ആദ്യത്തെ കുറച്ച് ടൈം വളരെ ക്രൂഷ്യലാണ്. ആ സമയത്ത് നമ്മൾ മൈൻഡ് സ്റ്റേബിൾ ആക്കുക. ഒരു അരമണിക്കൂർ മൈൻഡ് സ്റ്റേബിൾ ആണെങ്കിൽ ലാസ്റ്റ് 1.5 hours നമുക്ക് ഇമ്പ്രൂവ്. ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ചിലേക്ക് എത്തുന്ന സമയത്തേക്ക് പിച്ചിൻ്റെ ഗതി മനസ്സിലാക്കിയ ബാറ്റ്സ്മാൻ, ചിലപ്പോൾ നമ്മൾ ഇനീഷ്യലി ചിലപ്പോൾ തട്ടിയും മുട്ടിയും പോകുന്ന ബാറ്റ്സ്മാൻ വേണമെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് ധോണിയെ പോലെ നമുക്ക് അവസാന ഓവറുകൾ അടിച്ചു തീർക്കാം. പ്രിലിംസിൽ പാലിക്കേണ്ടത് ഒരു ധോണി റൂളാണ്. കാരണം നമ്മൾ പിച്ച് മനസ്സിലാക്കി അവസാന ഘട്ടം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് ധോണി ചില സ്പെസിഫിക് ബൗളേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ലാസ്റ്റ് കുറച്ച് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ടാർഗറ്റ് ചെയ്യാം. അത് നമ്മുടെ പ്രിലിംസിൽ ക്ലിയർ ചെയ്യിക്കും. മെയിൻസിലേക്ക് എത്തിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്പീക്കിംഗ് എങ്ങനെയാണ് ചെയ്തത്? പ്രധാനമായിട്ട് ഞാൻ 1 to 20 എന്നുള്ള രീതിയിലല്ല എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യുന്നു പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ പിക്ക് ചെയ്യും. അത് വളരെ വേഗത്തിൽ എഴുതും. അപ്പം അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പോയിന്റ് വെച്ച് എഴുതാൻ. അപ്പോൾ തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസിന് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ ആ സെമിതി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്ട്രക്ചറിങ് നന്നാക്കി വെക്കും. ഇപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ഹെഡിങ് ഒക്കെ നന്നായിട്ട് എഴുതി വെക്കും, നേരത്തെ തന്നെ എഴുതി വെക്കും. അതിനുശേഷം അറിയാത്ത ക്വസ്റ്റ്യൻസിന് എല്ലാം ഹെഡിങ് എഴുതി വെച്ച ശേഷം അറിയാവുന്ന പോലെ അവിടെ വന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എത്രയും സ്പീഡിൽ നല്ല കണ്ടന്റ് വെച്ച് എഴുതുക. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം വരാം, നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഈ ആവേശം കാണിച്ച് വേണ്ടാത്ത ഇത് വരും. അപ്പം നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് വളരെ കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വളരെ കാമായി ഇരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഏതാണ് നമുക്ക് അറിയാവുന്നതെന്ന് കൂടുതൽ അറിയാവുന്ന മനസ്സിലാവും. അപ്പം ചിലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിലേതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ തിരിച്ചറിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കൂൾ ഹെഡോട് വേണം നമ്മൾ UPSC മെയിൻസിന് ചെയ്യാനായി. നമ്മൾ പ്രിലിംസും മെയിൻസും ഡിസ്കസ് ചെയ്തു. അതിനുശേഷമുള്ളത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതുപോലെ ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, രസകരമായ എന്തെങ്കിലും ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ ഫോർച്യൂണോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന തന്നെ ഇൻ്റർവ്യൂ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ വളരെ മോശമായിരുന്നു. കാരണം ഒന്നും പറയാനൊന്നും അറിയാത്തൊരു ഇൻ്റർവ്യൂ ആണ് ഫോർച്യൂൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ശ്രമിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 ഇൻ്റർവ്യൂ 2 പാനൽസിൻ്റെ അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷേ ആക്ച്വലി UPSC ഇൻ്റർവ്യൂ അതിലും കുറച്ചുകൂടെ രസകരമാണ്. കാരണം നമുക്ക് മോക്ക് ഇൻ്റർവ്യൂകൾ തരുന്നതിൻ്റെ അപ്പുറത്തേക്കൊരു കഠിനമല്ല, പക്ഷെ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഇച്ചിരി കാഠിന്യം ഇവിടെ തന്നാൽ മാത്രമേ നമുക്ക് അവിടെ കുറച്ചുകൂടെ രസകരമായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. വളരെ ആസ്വാദികരമായൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പം ചെന്ന് കയറുമ്പോൾ നമ്മളെ ബേട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് ഇരുന്നത്. വെള്ളം വേണോ, ഇവിടെ അതുപോലെയൊക്കെ തന്നെയാണ്, നമുക്ക് വെള്ളം തരും എന്ന നമ്മുടെ മിസ്റ്റേക്സ് ഇവിടെ പറഞ്ഞു തരും. അവിടെ ആ പറഞ്ഞു തരില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രസകരമായ ചോദ്യം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു, ആലപ്പുഴയിൽ നിന്നാണ്, ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ പറ. അപ്പോൾ ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി ഇഷ്യൂസ് ഇൻ ആലപ്പുഴ എന്നല്ല, വൈശാഖ് ആലപ്പുഴയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ഈ ലെവലിൽ ഒരു കോൺവെർസേഷൻ മോഡലായിരുന്നു ആ ഇൻ്റർവ്യൂ പോയത്. അപ്പോൾ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻപുട്സ് അതിൻ്റെ ആവശ്യം പോലും നമുക്ക് ഇല്ല. പക്ഷെ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിരിക്കുന്ന ആൾക്കാരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അവർ ചോദിക്കുമ്പോൾ നമ്മൾ എത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് മറുപടി പറയേണ്ടത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഇൻ്റർവ്യൂവിൽ വന്ന സമയത്തേക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ മുടിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ മുടിയൊന്നും കട്ടിയിട്ടില്ല, അത് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മോക്ക് ഇൻ്റർവ്യൂസ് മസ്റ്റാണ്. അപ്പം മോക്ക് ഇൻ്റർവ്യൂസ് പോലെ കംപ്ലീറ്റ്ലി അല്ല UPSC ഇൻ്റർവ്യൂ, പക്ഷേ എങ്കിലും നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. കാരണം കുറേ ഡെക്കോറ, നമ്മൾ എങ്ങനെയാണ് ഒരു മുന്നിലേക്ക് കയറി ചെല്ലുക, ഒരു ഓഫീസർ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ ഇൻപുട്സ് എനിക്ക് ഫോർച്യൂണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വൈശാഖ്, ആക്ച്വൽ UPSC ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ആലപ്പുഴ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അത് വൈശാഖ് എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻസ്? ആസ് എ UPSC ഇൻ്റർവ്യൂവിന് എന്താണ് ആലപ്പുഴ റിലേറ്റഡ് ചോദിച്ചത്? വൈശാഖ് അതിന് എന്താ ഉത്തരം പറഞ്ഞത്? അത് ആലപ്പുഴയിലെ പ്രധാന പ്രശ്നങ്ങളെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നാടിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെ ബ്ലഫ് ചെയ്യാൻ നോക്കി ഉറപ്പായിട്ട് ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിന്നോട് ചോദിച്ചപ്പോൾ ഞാനത് ഒരു ബ്ലഫ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് പിടിക്കപ്പെട്ടു. പക്ഷെ അവരത്
ഞാൻ സോറി പറഞ്ഞതോടെ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. ചോദിച്ചതായിരുന്നു, ആലപ്പുഴയിൽ ഇത്രയും നദിയും കായലും കടലുകളൊക്കെ ഉണ്ട്, അപ്പോൾ എന്നിട്ടും എന്തായി വെള്ളപ്പൊക്കം വരുന്നതെന്ന്, വെള്ളം കടലിലോട്ട് ഒഴുകി പോകണ്ടേ എന്നായിരുന്നു ചോദ്യം. അപ്പം ഞാൻ എന്തൊക്കെയോ വെച്ച് പറയുകയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതാണ്, ആലപ്പുഴയെ പറ്റി എന്നെക്കാട്ടി നന്നായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. അപ്പം അവരിലെല്ലാവരും ഹൗസ് ബോട്ടിങ്ങിന് ആലപ്പുഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പല സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം അതിനുശേഷം എനിക്ക് രക്ഷയില്ലാന്ന് പറയും, സാർ ഐ ഡോണ്ട് നോ എക്സാക്ട് റീസൺ എന്ന് പറയും. വളരെ സിമ്പിൾ റീസൺ ആയിരുന്നു. എല്ലായിടത്തും വീടും കെട്ടി പൊക്കി വെച്ചു. അപ്പം വെള്ളത്തിന് ഒഴുകാനുള്ള ഫ്ലോ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പം നമ്മൾ വളരെ നാച്ചുറലായിട്ട് ഇപ്പം നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ചെയ്തത് എല്ലാത്തിനും ഉത്തരം പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞു, സാർ ഐ എം സോറി, എനിക്കിത് അറിയില്ലായിരുന്നു, എനിക്ക് പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം ചിരിയോടുകൂടി ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പം ഇൻ്റർവ്യൂവിൽ ബി യുവർ സെൽഫ് എന്നൊരു കാര്യം എപ്പോഴും വെക്കുക, നമ്മുടെ അറിവില്ലായ്മയെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവർ ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, കാരണം എൻ്റെ പല ചോദ്യങ്ങൾക്കും ഞാൻ അറിയില്ല എന്ന് മറുപടി പറഞ്ഞാലും നോ പ്രോബ്ലം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ നോളജ് എല്ലാം അവിടെ ചെക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. അടുത്തൊരു ചോദ്യത്തിനെന്ന് പറഞ്ഞാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി എന്നോട് ചോദിച്ചു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി ഞാൻ പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. അപ്പോൾ അറിയാവുന്ന പോലെ, അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്, അപ്പോൾ അറിയാവുന്ന പോലെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 100% ആക്കണമെന്ന് ഇതിന് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഐ തിങ്ക് എന്ന് പറഞ്ഞു. അപ്പം യു ആർ നോട്ട് ഷുവർ എനിത്തിങ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, സാർ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, മോസ്റ്റ് പ്രോബബിൾ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചു. പിന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി, നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഈ മൊമെൻറ്റിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മെൻ്റൽ സ്റ്റേറ്റിൽ എന്ത് പറയാൻ പറ്റും അത് മാത്രം പറഞ്ഞാൽ മതി, ഒന്നും പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിയില്ലെങ്കിൽ ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അല്ല. പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മളൊരു UPSC ആസ്പിരൻ്റ് എന്തായാലും പഠിച്ചിരിക്കേണ്ട സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ഒരു ഹരാസ്മെൻറ്റ് മോഡിലേക്ക് ഒന്നും പോകത്തില്ല. ഇടയ്ക്ക് പോയാലും ചെയർമാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതാണ്. അപ്പം ചില ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ഐ ഡോണ്ട് നോ എന്ന് പറയും. പിന്നെ ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എൻ്റെ സംസാരത്തിൽ തന്നെ എനിക്കൊന്നും ഫിസിക്സ് അറിയത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് ചോദിച്ചത് 10ാം ക്ലാസ്സിലേക്ക് അറിയാമെന്ന് ചോദിച്ചു. സാർ അറിയാം, എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും തമ്മിൽ ഡിഫറൻസ് പറ. അങ്ങനെ 10ാം ക്ലാസ്സിൽ കാണുന്ന വളരെ ബേസിക് സാധനം മാത്രമാണ് ഫിസിക്സ് എന്നോട് ചോദിച്ചത്. വൈശാഖ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ഒരു ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതെ, പക്ഷേ വൈശാഖിന്റെ ഉള്ളിൽ അറിയാം, ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഐ ഡിസേർവ് ബെറ്റർ, ആൻഡ് അതുപോലെ ഒരു ക്വിസ് മാസ്റ്റർ ആണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും വൈശാഖിനെ ചെറുതാക്കാൻ നോക്കിയതായിട്ട് വൈശാഖിന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, പല തവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ ഓഫീസിൽ നിന്ന് അത് സംഭവിച്ചിട്ടില്ല. എൻ്റെ ഓഫീസിൽ അവിടുത്തെ ഒരു കുഞ്ഞനിയൻ ഇമേജാണ് എനിക്കുള്ളത്. അതായത് എന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുന്നത്, കാരണം എൻ്റെ ഹെഡ് എന്നെ ആദ്യമായിട്ട് വഴക്ക് പറയുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിനാണ്. ഒരു ദിവസം ഒരു ലെറ്റർ തന്നിട്ട് അത് DM ഓഫീസിലേക്ക് കൊടുക്കാൻ പറയുന്നു. അപ്പം ഞാൻ വളരെ സ്പീഡിൽ, നമ്മൾ ആദ്യം കിട്ടിയ ജോലി, അപ്പം ഫസ്റ്റ് ടൈം പെട്ടെന്ന് തന്നെ DM ഓഫീസ് അവിടെ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട്. ഒരു ഉച്ച സമയമാണ്. എന്നോട് ആരും അപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന പെട്ടെന്ന് കൊണ്ട് കൊടുത്ത് നമ്മൾ വലിയ ആളാകാം, നമ്മൾ ഓഫീസിൽ അടിപൊളിയാകാം എന്നുള്ള രീതിയിൽ പോകണം. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറിൻ്റെ പേര് റിഷാദ് എന്നാണ്. ഞാൻ പോകുന്ന വഴിക്ക് എന്നെ തിരിച്ചു വിളിച്ചു. ഒരു ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്തിട്ട് പോയാമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് പുള്ളി എൻ്റെ കൂടെ വന്നിരുന്നു. സ്റ്റാഫ് എനിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കൂടെ നിന്ന് പുള്ളി കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു രീതിയായിരുന്നു അവിടെ പോയത്. അപ്പം ഞാൻ അവസാനം പറഞ്ഞു നിർത്തി, എല്ലാവരോടും പറഞ്ഞു, ചേച്ചിമാർ എനിക്ക് ഫുഡ് കൊണ്ടുവരണ്ട, കാരണം നമ്മളൊരാളെ ഒരു ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ പരിധിയുണ്ട്. അപ്പോൾ 3 നേരം ഇവർ ഫുഡ് കൊണ്ടുവരിക, കഴിപ്പിക്കുക, അതും ഞാൻ പെട്ടെന്ന് എത്തിയ ഒരാൾ, എവിടുന്ന് വന്ന ഒരു സ്ട്രേഞ്ചറായിട്ടൊരാളെ സ്വന്തം ആളുകളെ പോലെ കണ്ട്. പക്ഷെ ചില ഓഫീസുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില ഓഫീസുകൾ നമ്മൾ കത്തുമായിട്ടെത്തുമ്പം വെയിറ്റ് ചെയ്യാൻ പറയുന്നു. നമ്മളിപ്പോൾ മണിക്കൂർ കണക്കിന് ചിലപ്പോൾ ഇരിക്കേണ്ടി വരുന്നു. യാതൊരു റെസ്പെക്റ്റ്ഫുൾ അല്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വരുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നാണെന്നുള്ള പരിഗണന കിട്ടാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബാങ്കുകളിൽ പോകുമ്പോൾ ആ പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലെ കളക്ഷൻസ് ഒക്കെ അടയ്ക്കാൻ പോകുന്ന സമയത്ത് പോലും നോട്ടുകൾ മാറി എടുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓഫീസിൽ നിന്നുള്ള അതേ പൈസ കൊണ്ട് കൊടുക്കാനല്ല, അപ്പം നോട്ട് കീറിയാൽ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് വരണം. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്കൊരുപാട് ജോലിയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡിൻ്റെ അനുവാദം വേണം. അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസും ഉണ്ട്, നമുക്ക് ഒരു തരം പവർലെസ്സുമാണ്. ചിലർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, ഓഫീസ് അറ്റൻഡ് ലാസ്റ്റ് ഗ്രേഡ് അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ, ഈ ലെവലാണ്, നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ ചിലർ വന്നിട്ട് നമ്മുടെ ഓഫീസിലുള്ള ആളുകളല്ല, പുറത്തുനിന്നുള്ള കുറേ ആൾക്കാർ വന്നിട്ട് മക്കളുടെ പ്രാധാന്യം പറയും. ലൈക്ക് എൻ്റെ മകൻ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് അവൻ്റെ ലൈഫ് ഞാൻ സെറ്റാക്കി, അപ്പോൾ നിങ്ങളുടെ പാരൻസ്, അപ്പം അത് പറഞ്ഞു വരുന്ന ഇൻഡയറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസിനൊന്നും അറിയത്തില്ല, എന്താണ് എനിക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ കൂടെ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ റിസൾട്ട് ഞാൻ കാണുന്നത്.
അപ്പോൾ വൈശാഖ പറഞ്ഞ പോലെ ഉപദേശിക്കാൻ ഒത്തിരി പേര് ചുറ്റും കാണും. നമ്മുടെ അവസ്ഥ എന്താണെന്നോ നമ്മൾ എന്തിലൂടെയാണ് പോകുന്നതെന്നോ ഒന്നും അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ വൈശാഖ ഈ UPSC പ്രിപ്പറേഷനെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും നമുക്ക് UPSCനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഒരു ടോക്കാണല്ലോ, ഒരു UPSC ആസ്പിരൻറ്റ് മനസ്സിലാക്കാൻ ഒരു UPSC ആസ്പിരൻറ്റ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആരോട് പറഞ്ഞാലും അത് മനസ്സിലായില്ല. UPSC അത്രയും കോംപ്ലിക്കേറ്റഡ് എക്സാം ആണെന്നും അതിൽ പ്രിലിംസ്, മെയിൻസ്, ഇൻട്രസ്റ്റ് സ്റ്റേജ് ഉണ്ടെന്ന് പോലും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ലീവ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു 6 മാസത്തെ ലീവ് അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. നീ അത് അയച്ചോ, കുഴപ്പമില്ല, നീ ലീവ് എടുത്ത് പഠിക്കണം, കാരണം നീ ഇതിന് വേണ്ടി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നീ അത് ക്ലിയർ ചെയ്യണം, അതിന് എഫേർട്ട് എടുക്കണം. പക്ഷേ അതല്ലാതെ കുറേ ആൾക്കാർ പറഞ്ഞു നിൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് പോകും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആണ്, സർവീസ് ബെനിഫിറ്റ്സ് പോകും, നിനക്ക് ലീവ് അക്കൗണ്ടിൽ ഉണ്ടാവില്ല, അങ്ങനെ ഒത്തിരി ഇത് പറയാണ്. അപ്പോൾ നിൻ്റെ ലൈഫ് തന്നെ നീ സ്പോയിൽ ചെയ്യുകയാണ്. ഒരു ജോലി, ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. അപ്പോൾ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ. പക്ഷേ ചില ഉദ്യോഗസ്ഥരുണ്ട്, അപ്പോൾ നമുക്ക് ലീവ് പ്രൊബേഷൻ ഇരിക്കുന്ന സമയത്ത് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. പക്ഷെ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ ആ ലീവ് അങ്ങോട്ട് അയച്ചു. പിന്നെ അത് MLA ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ ലീവ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ലീവിൽ പോയി കഴിയുമ്പോഴും നമ്മളിങ്ങനെ എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറയും, ഒരുത്തൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെറ്റിലാവണം. അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുക, വീട് വെക്കുക, കാറ് മേടിക്കുക, കല്യാണം കഴിക്കുക, ഇങ്ങനെ ഒരു ടെമ്പററി ലൈഫാണ്. ഇത് ചെയ്തില്ലെങ്കിൽ അവൻ വേറെന്തോ ഒരു ജീവി എന്നുള്ള മറ്റുള്ള രീതിയൊക്കെയാണ്. അപ്പം UPSC എന്ന് പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. സാക്രിഫൈസ് ചെയ്യാതെ ഒന്നും കിട്ടില്ല. ഞാൻ ആ റിസ്ക് ശരിക്കും എടുത്തു. കാരണം ഒരുപക്ഷെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താകും എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് അവിടെയും പ്ലാൻ ബീസ് ഒത്തിരി, പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം. നമ്മൾ നേരത്തെ ഉപദേശിച്ച ഒരു ഉപദേശ കമ്മിറ്റി ഉണ്ടല്ലോ, അതെ. അപ്പോൾ ഈ ഫൈനൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അത് നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നു, അങ്ങനെ ഫൈനലി ലിസ്റ്റിൽ കണ്ടപ്പോൾ ഇവരെല്ലാവരും എന്ത് പറഞ്ഞു? അതിലൊരാൾ എനിക്ക് അയച്ചൊരു വാട്സാപ്പ് മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയ സന്തോഷം. അപ്പോൾ ഇത് ഞാൻ ക്വിസൊക്കെ നടത്തുമ്പോൾ സ്ഥിരമായിട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ വാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇച്ചിരി ഹയറായിട്ടുള്ള സർക്കാർ പോസ്റ്റ് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ, ഇദ്ദേഹം എല്ലായിടത്തും നടന്ന് പറയുന്നത്, ഇത് നമ്മൾ ചെയ്യുന്ന ക്വിസിൻ്റെ ക്വാളിറ്റി അല്ല പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആണ്, അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് അറിയത്തില്ല, അയാളെക്കാട്ടി നന്നായിട്ട് എനിക്കറിയാം. അപ്പം ഇങ്ങനെ എല്ലായിടത്തും നടന്ന് പറയും. അപ്പം നേരിട്ട് പറയില്ലെങ്കിലും ഇൻസൾട്ട് ആകുന്ന രീതിയിൽ സംസാരിക്കും. അപ്പം ഞാൻ അങ്ങനെയൊന്നും എനിക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാറില്ല. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഓഫീസിലുള്ള, ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ അതിനുശേഷം ഒരു സാറ് മാറി, ഒരു ഹെഡ് വരുന്ന ആനന്ദ് സാറെന്നാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടിട്ട് ആദ്യമായിട്ട് പറഞ്ഞ സാറെന്ന് പറഞ്ഞാൽ, വൈശാഖ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വൈശാഖിനെ ഇവിടുന്ന് ഒരു സിവിൽ സർവൻ്റായിട്ട് എനിക്ക് പറഞ്ഞു വിടണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിട്ട് പറഞ്ഞു. അപ്പം അടുത്ത ആഴ്ചയാണ് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു വിടുന്ന ചടങ്ങ്. അപ്പോൾ സാറിൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പോൾ ഇവരൊക്കെ തന്നെ എന്നോട് പറയും, പക്ഷേ ഒരു ഇനീഷ്യൽ ഫേസിൽ സ്ട്രഗിൾ ഉണ്ടാവും. ഈ ആനന്ദ് സാർ എപ്പോഴും എനിക്കൊരു ഒരു ഫാദർലി ഫിഗർ ആയിരുന്നു. അപ്പോൾ പറയുന്നത് കിട്ടും, ഇത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഒരാൾക്ക് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ബലം ഉണ്ടാവും. അപ്പം ഒരുപാട് പേര് നെഗറ്റീവ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിന്ന് കുറേ ആൾക്കാർ പറയും യു വിൽ ക്ലിയർ, നമ്മൾ രക്ഷപ്പെടും, കാരണം എഫേർട്ട് എടുത്തിട്ട് ഒരിക്കലും വേറെ രീതിയിൽ പോലെ, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെയും നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയും. കളിയാക്കിയ ആളുകളെല്ലാം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊന്നും അവരോടൊന്നും തോന്നുന്നൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഇൻസൾട്ടുകൾ ഏൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട. നമ്മൾ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, നമ്മളോട് സ്നേഹിക്കുന്നവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ പോലും പറയും ഇനി നോക്കണം. ഒരു കോളേജ് അധ്യാപനം എനിക്ക് അറിയാം, അദ്ദേഹം എന്നോട് ലാസ്റ്റ് ചോദിച്ചു, ഒരുപാട് എക്സാം ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, വൈശാഖ് ഏതെങ്കിലും ഒരു ജോലിയിൽ നല്ല പൊസിഷൻ കൂടെ കയറുക, കാരണം എനിക്ക് പേടി വരുന്നു, കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഹൗ യു റെസ്പോണ്ട്, ഇനി ഇതിനെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് തന്നെ പേടി വരുന്നു എന്ന് ഓർത്തു. അപ്പോൾ അതൊക്കെ തന്നെ മാറ്റാൻ പറ്റി. പിന്നെ UPSC എക്സാമിനെ കുറിച്ച് ഞാൻ നാട്ടുകാർക്ക് ഉൾപ്പെടെ നന്നായിട്ടൊരു അവബോധം ഉണ്ടാക്കി കൊടുത്തു. കാരണം ഇനി UPSC ചെയ്യുന്ന ഒരു കുട്ടി സഫർ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ അറിയാം UPSC എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു സിനിമയുടെ ഡയലോഗാണ്, ഇൻസൾട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഇൻസൾട്ടുകൾ വൈശാഖിനെ എങ്ങനെയെങ്കിലും ഫ്യൂവൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇനിയും ട്രൈ ചെയ്യണം, സക്സീഡ് ചെയ്യണം എന്നുള്ളത് ഫ്യൂവൽ ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മൾ ഈ കിട്ടാത്ത സമയത്ത് എങ്ങനെയാണ് വീണ്ടും തിരിച്ചു വരാനുള്ളൊരു ശക്തി കിട്ടിയത്? ഇൻസൾട്ടുകൾ എല്ലാവരെയും ഫ്യൂൽ ചെയ്യും. കാരണം നമുക്ക് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടവും, ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് ധൈര്യം വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് എടാ നിനക്ക് കിട്ടും, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ UPSC ക്ലിയർ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം ഇവരോട് നമ്മൾ എന്ത് പറയും? നമ്മളെ മോട്ടിവേറ്റ് സപ്പോർട്ട് ചെയ്യും. നമ്മളെ വെറുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം, നമുക്ക് കുഴപ്പമില്ല.
പക്ഷേ എപ്പോൾ കാണുമ്പോഴും ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് എടാ നീ ക്ലിയർ ചെയ്യും, നീ പഠിച്ചോ. അപ്പം നമുക്ക് ഇവരെ ഫേസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവർ അവരവിടെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. അപ്പം ഈ ഓരോ സാധനം പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ട്. പക്ഷേ നമുക്കൊരു പക്ഷേ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻസൾട്ടുകൾ എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്യുകയും മോട്ടിവേഷൻസ് ആണ് നമ്മളെ ശരിക്കും തകർക്കുന്നത്. മോട്ടിവേഷൻസ് നമ്മളെ റിയാലിറ്റിയിൽ നിന്ന് മാറ്റിക്കളയും. ഇപ്പം ഞാൻ ഇടയ്ക്കൊരു ട്രോള് കണ്ട, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തവണ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർ അയക്കുന്ന മെസ്സേജ്, നിനക്ക് കിട്ടിയില്ല വേറെ ആർക്ക് കിട്ടാൻ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള അനാവശ്യ മോട്ടിവേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ നന്നായിട്ട് എഴുതിയാലും പോരാ, നമ്മൾ 7 പേപ്പർ നന്നായിട്ട് എഴുതണം, ഇൻ്റർവ്യൂ സ്റ്റേജിൽ പോകണം, ഇങ്ങനെ ഒത്തിരി നമ്മളൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോസസ്സിൽ കൂടെ ഭയങ്കര റിഗറസ് ആയിട്ട് പോകണം. അപ്പം വേണ്ടാത്ത മോട്ടിവേഷൻസ് നമുക്കൊരിപ്പം മെയിൻസ് എഴുതാൻ പോകുമ്പോൾ ആരെങ്കിലും നല്ല മെസ്സേജ് യെസ് ഐ എം ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അനാവശ്യമായ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിച്ച് നമുക്ക് പണി പാടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻസൾട്ട് നമ്മൾ നന്നായിട്ട് എടുക്കണം, പക്ഷെ ഒരിക്കലും അത് വാശി വൈരാഗ്യത്തിൻ്റെ ഫോമിലേക്ക് പോകരുത്. ഇപ്പം നാളെ ഞാൻ സർവീസ് കിട്ടിയ ശേഷം എന്നെ ദ്രോഹിച്ച ആൾക്കാരെ വീട്ടിൽ പോയി അവരെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെ അവരെ കളിയാക്കാനും ഇതില്ല. ജസ്റ്റ് ഒരു എക്സാം ക്ലിയർ ചെയ്തു, അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യണം, അതിനപ്പുറത്തേക്കുള്ളൂ. ഇപ്പം നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർക്ക് നമ്മളെ വിളിക്കാൻ പറ്റും, നമുക്ക് അവരോട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റണം. അത്തരത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ അവരും തമ്മിലൊരു വ്യത്യാസമില്ല. നമ്മുടെ ഈ റിസൾട്ട് കൊണ്ട് അവരെ മാറ്റണം. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു, അത്രയും നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ട് അവൻ അങ്ങനെ ചെയ്തു, അപ്പം അവർ മാറി തുടങ്ങും. കാരണം നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്നെ ഒരു ഓഫീസ് അറ്റൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചു, അതായത് കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ റിസൾട്ട് വന്ന ശേഷം ഓഫീസിലുള്ളവരൊക്കെ എന്നോട് ഭയങ്കര റെസ്പെക്ട്ഫുള്ളായ. കാരണം നാളെ ഒരു ഓഫീസ് അറ്റൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് ഇത് ക്ലിയർ ചെയ്യാമെന്നുള്ള ബോധം ആൾക്കാർക്ക് ഉണ്ടായപ്പോഴേക്കും എനിക്ക് ഭയങ്കര റെസ്പെക്ട്ഫുൾ കിട്ടുന്നു. അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് എനിക്ക് മെസ്സേജ്. നമ്മൾ ഈ കിട്ടാത്ത ഒത്തിരി കൊല്ലങ്ങൾ, ഇപ്പോൾ ഒരു കോളേജിലെ സാറ് ഒരു വെൽവിഷർ വൈശാഖിൻ്റെ ഈ ഇത്രയും കിട്ടാതെ വന്നപ്പോൾ പേടിച്ചു എന്ന് പറഞ്ഞു, റൈറ്റ്? നമ്മളത് എങ്ങനെ അബ്സോർബ് ചെയ്യും? അപ്പോൾ പക്ഷെ വൈശാഖിന് എവിടെ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, ഞാൻ ബൗൺസ് ബാക്ക് ചെയ്യും എന്നുള്ളത്. അത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? എങ്ങനെയായിരുന്നു ഓരോ വർഷവും കിട്ടാത്തപ്പോൾ കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നത്? ശരിക്കും അതൊരു സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് ക്വിസ് നടത്താൻ പോകും സാറേ. അപ്പം കുട്ടികൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചേട്ടന് സിവിൽ സർവീസ് കിട്ടും. അപ്പോൾ അന്ന് നടത്തിയ ക്വിസിൻ്റെയൊക്കെ വിഷ്വൽസ് ഇപ്പോഴും എൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പം ഒരു സ്ഥലത്ത് ഞാൻ ക്വിസ് നടത്താൻ പോയ സമയത്തേക്ക് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അത് എന്നെ വിളിക്കുന്നത്. പറഞ്ഞ് ഇവൻ ക്ലിയർ ചെയ്യും, ഇവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും. കാരണം നേരിട്ട് കുട്ടികൾക്ക് സംസാരിക്കും. ഇപ്പം എൻ്റെ വാട്സാപ്പ് എടുത്ത് നോക്കിയാൽ ഞാൻ +2 പഠിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം കുട്ടികൾ മൊത്തം സ്കൂൾ പിള്ളേരാണ് എനിക്ക് മൊത്തം മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ സിവിൽ സർവീസ് കിട്ടിയെന്ന് ഞാനും അവർ റിയലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വിളിക്കുന്ന ചേട്ടൻ ഇങ്ങോട്ട് വന്നേ ഒരു പണിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ തലക്കെട്ടൊക്കെ തട്ടിയിട്ട് പോകുന്ന ടൈപ്പ് പിള്ളേരൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്ന സമയത്തേക്ക് അവരെല്ലാം വിശ്വസിക്കുന്നത് ഈ ചേട്ടൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യും. ഈ ചേട്ടൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴേക്കും ഈ ചേട്ടൻ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ സിവിൽ സർവീസിനൊരു സർവീസ് പ്രിഫറൻസ് വയ്ക്കാൻ സഹായിക്കും. ഇപ്പോൾ എനിക്ക് സർവീസ് പ്രിഫറൻസ് വയ്ക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ച ശേഷം ഒരുപാട് കൺസൾട്ടൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് നേരിട്ട് വിളിക്കാൻ ഒരാളുണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ പഠിച്ച LP UP എല്ലാ സ്ഥലത്തും ഞാൻ ഇപ്പോഴും ക്വിസ് നടത്താൻ പോകും. അപ്പോൾ UP സ്കൂളിൽ ചെല്ലുമ്പോഴും നമുക്കൊരു കിട്ടും, സിവിൽ സർവീസ് കിട്ടും അവർ പറയുന്നു. ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ പറയുന്നു. ഇപ്പം ഞാൻ 2023 പ്രിലിംസ് ഫെയിലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സ്കൂളിൽ നിന്ന് വിളി വരുന്നത്, അടുത്ത ആഴ്ച ക്വിസ് നടത്തണം. നമ്മൾ ഫെയിൽഡായി മനസ്സും അടുത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പോൾ പിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഏറ്റു. ക്വിസ് നടത്താൻ പോയി കഴിഞ്ഞ ശേഷം അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിശ്വസിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വിശ്വാസം എങ്ങനെയും കീപ്പപ്പ് ചെയ്യണം എന്നുള്ള തോട്ടിൽ നിന്നാണ് അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ എല്ലായിടത്തും വിശ്വസിക്കുന്നു. ഇപ്പം സാധാരണ ഇതിനെപ്പറ്റി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും, ഇപ്പോൾ റോഡിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യും, നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. കാരണം നമ്മൾ വേറെ ഒരിടത്തേക്ക് പോകും, നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പം എൻ്റെ വീട്ടിലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൊതുവഴി പോലെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഗേറ്റ് തുറന്ന് ആരും കയറിപ്പോവും. ഇപ്പുറത്തെ റോഡുണ്ട്, ഇപ്പോൾ റോഡ് വഴി പോയ ആൾക്കാർക്ക് കുറേ കറങ്ങണം. ഇപ്പോൾ ആളുകൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിപ്പോൾ അപ്പം ഒരു പൊതുവഴിയാണ്. അപ്പം വരുന്ന ആൾക്കാർ മൊത്തം ഞാനിപ്പോൾ വാതിക്കിരുന്നായിരിക്കും വായിക്കുന്നത്. ടാറ്റയൊക്കെ തന്ന് ഇവർ ചോദിക്കും, മോനെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എക്സാം എങ്ങനെയുണ്ട്, മോന് കിട്ടും. അപ്പോൾ ഇത്തവണ ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞനിയത്തിയുണ്ട്, കസിനാണ്, അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അപ്പം ഇവളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ ചോദിക്കണം, ചേട്ടൻ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ പോയി, പിന്നെ അനിയത്തി രക്ഷപ്പെട്ടു. അപ്പം ഇവൾക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കയറി വരുന്നു. അതിനുശേഷം ഇവൾ എവിടെയാണ് വായിക്കുന്നു ഇതിൻ്റെ ഫെയിലിയർ സ്റ്റോറീസ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ
അപ്പോൾ ഇനി ചേട്ടന് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുമോ? അത് ഇവളുടെ ടെൻഷനായി തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ ടീച്ചറോട് സംസാരിച്ച് പറയുന്നത് ഈ കുഞ്ഞിന് അത് ടെൻഷൻ, അപ്പം ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ അവളെയും ബാധിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് തുടങ്ങും. അപ്പം മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ഈ പ്രശ്നത്തിലാകും എന്നുള്ള തോട്ടും, അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്കൊരു പ്രചോദനമാകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിലാണ് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ. ഒരു ഫെയിലിയർ വന്നാലും ഇപ്പം ഇനി ചിലപ്പോൾ ഇതിന് ശേഷം നമ്മുടെ കരിയറിലും ഫെയിലിയർ വരാം. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളൊരു ഫ്യൂലായിട്ട് എടുത്തുകൊണ്ട് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് വിചാരിച്ച ഏത് ചത്തുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷനിൽ ഒത്തിരി സാക്രിഫൈസസിനെ കുറിച്ച് പറഞ്ഞു. ഈ വർഷങ്ങളിലെല്ലാം UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന മിക്കവരും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ വൈശാഖ് അങ്ങനെ എന്തൊക്കെയായിരിക്കും സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു PSCയിൽ വേറെ കുറേ നല്ല ജോലികൾ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് അങ്ങനത്തെ സാക്രിഫൈസ്? ഞാൻ ആസ് എ സോഷ്യൽ ആനിമൽ എന്ന രീതിയിൽ നിന്ന് ഞാൻ ഒത്തിരി മാറിപ്പോയി. ഞാൻ എന്നാലും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, കാരണം സ്കൂളുകളിലൊക്കെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് സർക്കിൾ വളരെ കുറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അനുഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ആൾക്ക് ശേഷം ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവുകയാണ്. കല്യാണത്തിന് പോയി ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നൊരു 8-10 പേര് കയറി ഫോട്ടോ എടുക്കാൻ വേണം. അപ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരൊരു ഗ്യാങ് ആയി. ഞാൻ അതിൽ നിന്ന് അവോയ്ഡായി പോയി. അപ്പോൾ അതിനുശേഷം ഈ കല്യാണ പരിപാടി കഴിഞ്ഞ് ഇവരെന്തോ എവിടെയോ ട്രിപ്പ് എന്തോ പോകണം, എന്നെ വിളിക്കുന്നില്ല. അപ്പോൾ ഞാനപ്പോൾ റിയലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തു നിന്നും ലെഫ്റ്റ് ഔട്ടായി. ആ ഒരു സർക്കിൾ പോയി. അപ്പം ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. കാരണം പിന്നെ ആയിരുന്നു ഇവർക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് വേറെ. അപ്പോൾ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല, ഫേസ്ബുക്കിലൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിലില്ല. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ആർക്കും അറിയില്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് ടൈം ഞാൻ ആലോചിച്ചു, ഇനി നമുക്കൊരു സർക്കിളില്ല, തീർന്നു. എനിക്ക് പലയിടത്ത് നിന്നപ്പോൾ ഇത് ഒരു പക്ഷേ ഇൻസൾട്ട് അല്ല, അവരെ തിരിച്ചറിഞ്ഞില്ല. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആൾക്കാരെ അവർ വിളിച്ചു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴേക്കും ഞാനവിടെ നോക്കിക്കി, ഞാൻ എന്തിനാണ് നിൽക്കുന്നത്? അവരെല്ലാം പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു വരുന്നു. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കാരണം അവർ വിളിക്കുന്നില്ല. വിളിക്കാത്ത റീസൺ എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് കാണുന്ന ആളോട് കൂടെ നിൽക്കുന്നു. അപ്പം എനിക്ക് അതിലേക്ക് ഇടിച്ചു കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആസ് എ സോഷ്യൽ ആനിമലിൽ നിന്ന് മാറി നമ്മളൊരു ഒളിവ് ജീവിതം. എനിക്കിപ്പം മറ്റേ കുറുപ്പെന്ന് പറഞ്ഞ സിനിമയിലെ മറ്റൊരു ദുൽഖർ ഒളിവിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം ഒഴിഞ്ഞു മാറാം അങ്ങനത്തെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഉപേക്ഷിച്ചുള്ളൊരു ജീവിതമാണ്. അപ്പം അത് ശരിക്കും നമുക്ക് മിസ്സും ചെയ്യാറുണ്ട്. നമുക്ക് വേറെ നല്ല PSC ജോലികൾ കിട്ടിയിരുന്നല്ലോ. PSC എക്സാമിനേഷൻ എഴുതി പല ജോലികളും കിട്ടി, ലിസ്റ്റിൽ വന്നു. എന്നിട്ടും വൈശാഖ് അത് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്തെങ്കിലും ഒരു ദിവസം സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമാണ്. അത് എത്രത്തോളം സക്സസ് ആവുന്ന പോലും എനിക്കറിയില്ല. പക്ഷേ അത് റീസൺ പഠിക്കാനുള്ള സമയം. അപ്പം ഒത്തിരി റെസ്പോൺസിബിലിറ്റിയുള്ള ജോലികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകില്ല. അപ്പം ഈ ജോലിയിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി കുറവാണ്. കാരണം മറ്റുള്ള ജോലികളെ പോലെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട. ഇപ്പം ചിലപ്പോൾ വീട്ടിലെത്തിയാലും നമ്മൾ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ UPSC കിട്ടിയ ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ മാത്രമാണ് അത്രയും ജോലി കിട്ടിയ കാര്യം പറഞ്ഞത്. ഇത് വേറെ ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവരെല്ലാം പറയാൻ പോകുന്നത് എന്താണ് ഇത് ഇത്രയും വലിയ വിഡ്ഢിത്തരമാണ് കാണിച്ചത്, നാളെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഓഫീസിൽ ഇപ്പം എൻ്റെ ഹെഡിന് അറിയായിരിക്കും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറേ ഇപ്പം ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, PSC ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെ പോയി റാങ്ക് ലിസ്റ്റുകളൊക്കെ വരും. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞത് എടുക്കരുത്. അപ്പം ഞാൻ ആ ദിവസങ്ങളിൽ ഭയങ്കര ക്രൂഷ്യലാണ്. എനിക്ക് ടെൻഷൻ, എന്ത് ചെയ്യണം, നാളെ UPSC ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ കുറേ തവണ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രം ചെയ്തു. എനിക്കറിയില്ല കിട്ടിയില്ലെങ്കിൽ എന്താകും എന്ന് പോലും ഞാൻ അന്നേരം ചിന്തിച്ചില്ല. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്തായാലും സൂയിസൈഡൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ജീവിച്ചു. കാരണം ഞാനൊരു മിഡിൽ ഇൻകം ഫാമിലിയിൽ നിന്ന് വരുന്നു. അപ്പം എനിക്കൊരു ചെറിയ സാഹചര്യത്തിലും ജീവിക്കാം. അപ്പം എല്ലാം മിനിമൽ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വണ്ടി ഹീറോ ഹോണ്ടയുടെ CD Deluxe ആണ്. എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ ഒരു സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ എല്ലാം വളരെ മിനിമൽ വേയിൽ ജീവിച്ച ഒരാൾക്ക് ഈ ഒരു സാധാരണ സർക്കാർ ജോലിയിൽ നിന്നും ജീവിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ഇൻകേസ് കിട്ടിയില്ലെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ സൂയിസൈഡ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ സ്ഥിരം കാണാറുണ്ട് റിലേറ്റീവ്ലി ചെറിയ കാര്യങ്ങൾക്ക് പലരും സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസി അത് ഓവർകം ചെയ്യാൻ വേണ്ടി അതിനെന്തെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വൈശാഖിനോട് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ്സ് അബൌട്ട് കോൺവെർസേഷൻസ്. നമ്മൾ ആളുകളുമായി കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ലൈഫിൻ്റെ മീനിങ് പെർസെപ്ഷനും ഡിഫറെൻ്റ് ആവും. അപ്പം നമ്മളെപ്പോഴും ഒരു മോളിലുള്ള വളരെ ഹാപ്പിയായ ഒരാളെ നോക്കുമ്പോഴാണ് നമ്മൾ മോശമാണെന്നുള്ള സിറ്റുവേഷൻ എത്തുക. അപ്പം നമ്മൾ അങ്ങനെ അല്ലാത്ത ആളുകളുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ
ഞാൻ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സാധാരണക്കാരാണ്. നമ്മൾക്ക് ആ സാധാരണക്കാരെ കാണുമ്പോഴേക്കും നമ്മൾ കുറച്ച് ബെറ്റർ ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും. ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോഴും ഒരുപാട് ആളുകളെ കാണുക, ഒരുപാട് ആളോട് സംസാരിക്കുക, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കോൺവെർസേഷൻ ഇല്ലായ്മയാണ് പലപ്പോഴും സൂസൈഡ് റേറ്റ്സിൽ കൂടാനൊരു വലിയ കാരണം. ഇപ്പോൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ വ്ളോഗ്സിലൊക്കെ ഒരുപാട് വിശ്വസിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വളരെ ചീപ്പ് ഷോസൊക്കെ കാണിക്കുന്ന വ്ളോഗുകളിൽ ഭയങ്കര അഡിക്റ്റഡായി അങ്ങനെയുള്ള ആളുകളെ കൂടുതലായി ഫോളോ ചെയ്ത് അതാണ് ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം പാരൻസ് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്ളോഗിൽ കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വ്ളോഗിൻ്റെ അടിയിൽ കൊണ്ട് കമൻറ്റാണ് കുട്ടികളുടെ, ഇതുപോലൊരു അച്ഛൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലും. അപ്പോൾ ലൈക്ക് അവർ നോക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താണ് ഒരു തെറ്റിദ്ധാരണ. ഇപ്പം നമ്മൾ സിനിമ കണ്ടിട്ട് പറയുകയാണ് മോഹൻലാലിനെ പോലെ ആളെ നമുക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇടിച്ചു പൊളിക്കും. അപ്പോൾ ഈ കാണുന്നത് റിയാലിറ്റി അല്ല, അല്ലെങ്കിൽ ബാഹുബലിനെ പോലെ ഒരു രാജാവായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അതുപോലത്തെ ഒരു റിയാലിറ്റി അല്ലാത്തൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ. അപ്പം നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ആ റിയാലിറ്റിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ തോട്ട്സ് മാറുള്ളൂ. ഇപ്പം ഞാൻ 2018-19 ഫ്ലഡ് അതിൻ്റെ വലിയ എഫക്റ്റുകൾ ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, പക്ഷേ ആലപ്പുഴയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ. അത് ഞാൻ കൊച്ചു കുട്ടികളുടെ കാര്യമാണ് ഞാൻ കൂടുതൽ നോക്കാം. കാരണം എനിക്ക് എപ്പോഴും കുട്ടികളുമായിട്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളത്. അപ്പം ചില കുട്ടികളുടെ സങ്കടം എന്ന് പറയുന്നത് പുസ്തകം നശിച്ചുപോയി. അവർ വർഷങ്ങളായിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ക്വിസിനൊക്കെ പോണ കുട്ടിയാണ്. വർഷങ്ങളായിട്ടൊരു നോട്ട് ബുക്കിൽ ഒരുപാട് ഫാക്റ്റുകളൊക്കെ എഴുതി വെച്ച് അത് വെച്ച് പഠിച്ച് ക്വിസിനൊക്കെ പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഞാനപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന വഴിക്കാണ് അറിയുന്നത്. അപ്പം ആ ബുക്ക് പോയതാണ് ആ കുട്ടിയുടെ ഇത്. അതായത് പാരൻസിന് വീടും എല്ലാം നഷ്ടപ്പെട്ട സിറ്റുവേഷൻ, അപ്പോൾ ആ കുട്ടിക്ക് ബുക്ക് പോയതാണ്. അത് ഭയങ്കര സങ്കടത്തോടെ സംസാരിക്കുന്നു. ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ സംസാരിച്ചപ്പോഴേക്കും ആ കുട്ടി ഭയങ്കര ഓക്കെ ആയെന്ന് പറഞ്ഞാൽ ആ കോൺവെർസേഷനിൽ ആ കുട്ടിക്ക് ബിലീഫ് പോകും. ഞാൻ പറയും എൻ്റെ കുറേ മെറ്റീരിയലുണ്ട്, ഞാൻ എൻ്റെ ബുക്ക് ഇപ്പോൾ എടുത്തെടുത്തും തരാം. അപ്പം ഇതൊന്നും വലിയ കാര്യമില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ബുക്ക് എൻ്റെ നിന്ന് പോയിട്ടുണ്ട്, ഇതിലൊന്നും കാര്യമില്ല, നമുക്ക് പഠിക്കാൻ ഇനി അവസരമുണ്ട്. അപ്പോൾ ഇത്തരം കോൺവെർസേഷൻസ് ഒരു പക്ഷേ നമുക്ക് മാറ്റിമറിക്കാം. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരിക. നമ്മൾ ഹാപ്പി ആവുന്ന ആളുകളെ കാണുന്നതിൻ്റെ ഒപ്പം വളരെ സാഡ് ആവുന്ന ആളുകളെ കാണണം. നമ്മളത് ചെയ്യാറില്ല. നമുക്ക് സത്യത്തിൽ റിയാലിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ല. ഇപ്പോൾ UPSCയുടെ കാര്യം എടുത്ത് പറഞ്ഞാലും നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ടോപ്പറിൻ്റെ സ്ട്രാറ്റജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പർ ചിലപ്പം നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ചിലപ്പോൾ വളരെ വെൽ ഓഫ് ഫാമിലി എന്ന് പറയുന്നൊരു ടോപ്പർ ആയിരിക്കും. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സോ ഐ കാൻ ക്ലിയർ UPSC എക്സാമിനേഷൻ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പറ്റില്ല, ഐ കാൻ ക്ലിയർ UPSC എക്സാമിനേഷൻ. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം തോട്ട്സ് ഉണ്ടാവില്ല. ആ റിയാലിറ്റി മനസ്സിലാക്കുന്നതോടെ നമുക്ക് സെൽഫ് ബിലീഫ് വരും. അപ്പോൾ അത്തരം സെൽഫ് ബിലീഫുകളും കോൺവെർസേഷൻസ് ഉറപ്പായിട്ടും നമ്മുടെ ഇത്തരത്തിൽ സൂയിസൈഡിന് പോയിട്ട് നമുക്ക് ജീവിതത്തിൻ്റെ വാല്യൂ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. പക്ഷേ അതൊരു ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, കോൺവെർസേഷൻസ് ആൻഡ് കണക്ഷൻസ് അല്ലേ. വൈശാഖ് ഈ ഇൻ്റർവ്യൂവിൽ ഉടനീളം പറഞ്ഞൊരു കാര്യമാണ് ക്വിസിങ്. റൈറ്റ്. അപ്പോൾ ക്വിസർ ആകുക അല്ലെങ്കിൽ ക്വിസിങ്ങിന് പോകുന്ന ഒരാൾക്ക് സിവിൽ സർവീസ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പൊതുബോധമുണ്ട്. അത് വൈശാഖ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? എന്താണ് നമുക്ക് ഈ ക്വിസിങ്ങിലൂടെ ലഭിക്കുന്നത്? നോളേജ് ലഭിക്കും, അതിനപ്പുറം എന്തൊക്കെയാണ് ലഭിക്കുക? ഞാൻ എൻ്റെ ഒരു കാര്യം എൻ്റെ എക്സ്പീരിയൻസിലും പറയാം. ക്വിസ് എന്ന് പറയുന്നത് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അതിന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിലുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ലോക്കൽ ക്വിസുകളൊക്കെ ഉണ്ട്. അത് ക്വിസ് മാസ്റ്റേഴ്സ്, ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. സ്ഥിരമായി ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻ ചോദിച്ചു വലിയ കാര്യത്തിൽ. പക്ഷേ ക്വിസ് അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങൾ. അപ്പോൾ അത്തരം ക്വിസുകൾക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വായനകൾ ശക്തിപ്പെടുത്തണം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഞാൻ നാട്ടിൽ കുറേ ക്വിസുകൾ നടത്തും, നമ്മൾ വായനശാലകളിൽ നടത്തും. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 10,000 രൂപയ്ക്ക് ക്യാഷ് പ്രൈസ് വയ്ക്കും. അപ്പോൾ ഇത് മത്സരിക്കാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വരും. അപ്പോൾ ഞാൻ അവസാനം നടത്തിയ കുറേ ക്വിസുകളിൽ 80-70 ടീമുകളാണ്. പ്രാവശ്യം കോയമ്പത്തൂരിൽ നിന്നൊരു ടീം വന്നു. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് വണ്ടിക്കൂലി പോലും കിട്ടില്ല, അത് സമ്മാനം കിട്ടിയാൽ പിന്നെ എന്തിനാ വന്നെ ചോദിച്ചു. അപ്പോൾ അവരിൽ പലരും ജോലിയുള്ളവരാണ്, സിവിൽ സർവീസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണ്, നോളജ് ഭയങ്കര പ്രഷ്യസാണ്, ഇത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവർ പറയുന്നതാണ്, അത് എത്രത്തോളം കിട്ടുന്ന അത്രത്തോളം നല്ലതാണ്, പിന്നെ പുതിയ ആളുകളെ കണ്ട് സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആണ് ക്വിസിങ് പോസിബിൾ ആക്കുന്നത്. പിന്നെ നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫിലുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ വായിക്കാനും അറിയാനും, ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റിയിൽ ജീവിക്കാനും ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. പിന്നെ പരാജയങ്ങളെ നേരിടാൻ. ക്വിസിന് പോകുന്ന എല്ലാ ക്വിസിനും ആരും ജയിക്കില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു 200-അടുത്ത് കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് എൻ്റെ ക്വിസ് ക്ലബ്ബിലുണ്ട് പഠിക്കാനായിട്ട്.
ഒരു ക്വിസ് തോറ്റിട്ട് വന്നാൽ ഞാൻ കളിയാക്കുവർ, തോറ്റിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ ട്രോളൊക്കെ ഇട്ട് കൊടുക്കും, തോറ്റ് തുന്നമ്പാടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവർ മനസ്സിലാക്കി ഇതൊന്നുമല്ല, ഇത് തോൽവി ഒന്നുമല്ല. തോൽവി എന്ന് ചുമ്മാ പോയി തോറ്റു, ഇത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് എടുക്കണ്ട. ഇതിന് നമുക്ക് പേഴ്സണലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ തോൽക്കുന്ന ക്വിസുകളിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ജയിച്ച ആൾ എന്തുകൊണ്ട് ജയിച്ചു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം ഇത്തരം ഇൻസൈറ്റ്സ് ഈ മത്സരങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇൻസൈറ്റ്സും ആ ക്യാരക്ടറുമാണ് UPSCക്ക് ബെനിഫിറ്റ് ആവുന്നത്. ഒരിക്കലും ക്വിസിന് പഠിക്കുന്ന കണ്ടന്റ് അല്ല ആകുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വിസ് മത്സരത്തിലേക്ക് പോവുകയാണ്. ഒരാൾ വളരെ ഫേമസ് എന്ന് സ്വയം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്വിസ് മാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ കേട്ടിട്ടില്ല, നമ്മൾ ജനറൽ സർക്കിൾസിലുള്ള ആളുമല്ല. അപ്പോൾ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി ക്വിസ് മത്സരം നടത്തി. അപ്പം ഞാൻ ക്വിസിങ് സർക്കിളുള്ളതുകൊണ്ട് എനിക്കറിയാം, ഇവിടെയുള്ള ആളുകളേക്ക് അറിയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ ക്വിസുകളൊന്നും നടത്തിയില്ല. അപ്പോൾ അദ്ദേഹം സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ എക്സ്ട്രീം വർഷം എന്ന് പറയുന്നത്, സാറിന് അറിയാമെന്ന് എനിക്കറിയില്ല, സിവിൽ സർവീസിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ എന്ത് ചോദിച്ച ശേഷം അടുത്ത് പറയുന്നത് സിവിൽ സർവീസ് ചോദിച്ചു. അപ്പോൾ അൾട്ടിമേറ്റായി. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ക്വിസുകൾ ഇക്കരത്ത് വരുമ്പോഴേക്കും കുറേ ഇൻസൈറ്റ്ഫുൾ വിഷൻസും കാര്യങ്ങളും കിട്ടാറുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന ബിഹേവിയറും തോൽവി അക്സെപ്റ്റ് ചെയ്യുന്ന ബിഹേവിയറും, ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തികഞ്ഞു, ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന തോട്ടും കുട്ടികൾക്ക് വരാൻ പാടില്ല. ചില പാരൻസിൻ്റെ സ്വഭാവം അത് ബാധിക്കുന്നുണ്ട്. കാരണം പാരൻസ് ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ പൊക്കിപ്പറയും, ബാക്കിയുള്ളവർ താത്തിപ്പറയും. ഞാനത് കുറേ തവണ കണ്ടു. അതായത് വളരെയധികം റൂഡായിട്ട് മറ്റുള്ള കുട്ടികളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനാ ഇതിന് വരുന്നത്? എൻ്റെ ഒരു കുട്ടിയോട് ചോദിച്ചതാണ് ഒരു പാരൻറ്റ്. അത് ആ കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല. ഇത് എന്തിനാ വരുന്നത്, നിങ്ങളൊക്കെ വന്നിട്ട് എന്തിനാ, എൻ്റെ മകന് മത്സരിക്കാൻ നല്ല ആളുകൾ വേണം എന്ന് പറയുകയാണ് ആ പാരൻറ്റ്. അങ്ങനെയുള്ള ചിന്ത ഇല്ലാത്തടത്തോളം കാലം ക്വിസ് വളരെ ബെനിഫിഷ്യലാണ്. ക്വിസുമായി നന്നായി അറിയാവുന്ന ആളുകൾ മാത്രം ക്വിസിൽ വരിക, പങ്കെടുക്കുക. പിന്നെ അത് ജയവും തോൽവിയോടെ ചിന്തിക്കരുത്. നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, തിരിച്ചു പോകുന്നു, അവിടെ നിന്ന് കുറേ ഇൻസൈറ്റ്സ് കിട്ടുന്നു. ആ ഒരു തോട്ടിലെടുത്തോളം കാലം ക്വിസ് വളരെ നല്ലതാണ്. വൈശാഖെ, ഒത്തിരി വർഷത്തെ തോൽവിക്ക് ശേഷം ആണ് ഈ ഒരു വലിയ വിജയം. അത് വൈശാഖ് നാട്ടിൽ അത്യാവശ്യം ആക്റ്റീവായിരുന്നു, ക്വിസായിട്ടും അല്ലാതെയെല്ലാം. അപ്പോൾ ഇതിപ്പോൾ നാട്ടിലൊരു വലിയ ആഘോഷമായിരുന്നു. എന്തായിരുന്നു റെസ്പോൺസ്? നാട്ടിൽ വലിയ തോതില്ല. എനിക്ക് ഇപ്പം ഒരുപക്ഷെ റോഡിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട്, എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ഒരുപക്ഷെ കാണാൻ പറ്റും, നാട്ടിൽ മൊത്തത്തിൽ കുറേ ആളുകൾ കൂട്ടം ചെയ്ത്. ഇപ്പം നാട്ടുകാർ നടത്തുന്ന ഒരുപാട് പ്രോഗ്രാംസ്. അപ്പം ഏകദേശം ഒരു 50-60 ട്രോഫി എൻ്റെ വീട്ടിൽ കിട്ടി ഈ റിസൾട്ടിന് ശേഷം. ഒരുപാട് പൊന്നാടകൾ. അപ്പം ഞാനിപ്പോൾ പറയും, എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു പൊന്നാട ഇട്ട് കൊടുക്കും. കാരണം ഒത്തിരി ആയി. കാരണം അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. അപ്പം ഒരുപക്ഷെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ല അവരുടെ സാഹചര്യമായിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് ഒരു പ്രചോദനമായി, ആളുകൾക്ക് പ്രചോദനമായി. അങ്ങനെ ഒരു തരം നാട്ടിൽ എല്ലാ തരത്തിലും ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സെലിബ്രേഷൻസ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അത്തരത്തിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോഴും എൻ്റെ ജോലി ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് എൻ്റെ ജോലി മാത്രം ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരാളായിരുന്നു. അപ്പം ആ തരത്തിൽ ഒരു മാറ്റം വന്നു. ആളുകൾ നല്ല സ്നേഹത്തോടെ, ഒരു വീഡിയോ ഉണ്ട്, ഒരു സമ്മാനം എനിക്ക് ചെണ്ടൗട്ടുമാണ്. ചെണ്ടൗട്ടി ആളുകൾ ആർക്ക് വിളിച്ചുകൊണ്ടാണ് എൻ്റെ കയ്യിലേക്ക് ട്രോഫി തരുന്നത്. അപ്പം അത്തരത്തിൽ വളരെ എന്നെക്കാട്ടി എക്സൈറ്റഡ് ആവുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലൊരു വിജയം എനിക്ക് തോന്നുന്നത് ഇവിടെ കൊണ്ട് നിൽക്കരുത്. കാരണം അവിടെ നിന്ന് ഒത്തിരി കുട്ടികൾ സിവിൽ സർവൻസ് ആയിട്ട് വരണം, അങ്ങനെ ജയിക്കണം. ആ രീതിക്ക് വേണം സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ. അല്ലാതെ എൻ്റെ റിസൾട്ട് അല്ല സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇതിൽ നിന്ന് കുട്ടികൾ പ്രചോദനം ഉണ്ടായി വരുന്നതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. വൈശാഖെ, ലാസ്റ്റ് ഒരു ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ UPSC പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആസ്പിറൻറ്റിനോട്, അത് മേ ബി ജോലിയോടൊപ്പം ആവാം, അല്ലാതെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടാവാം, ഓഫ്ലൈൻ ആവാം, ഓൺലൈൻ ആവാം. അപ്പോൾ അവരോട് വൈശാഖിന് പറയാനുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ അഡ്വൈസ് എന്തായിരിക്കും? റിസൾട്ട് പ്രതീക്ഷ ഒരിക്കലും UPSC പ്രിപ്പയർ ചെയ്യരുത്. UPSC നമ്മളെ ആകെ മാറ്റുന്ന ഒരു ജേണിയാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടാതിരിക്കും. നിങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഒരാളുടെ സ്ട്രാറ്റജി കണ്ട് നിങ്ങൾ തോൽക്കുമെന്നോ ജയിക്കുമെന്നോ വിശ്വസിക്കരുത്. പിന്നെ UPSC മാത്രം അത് മാത്രം എഴുതുള്ള തോട്ട് വയ്ക്കരുത്. നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉപയോഗപ്പെടുത്തണം. UPSC അല്ല ജീവിതത്തിലെ അൾട്ടിമേറ്റ് തിങ്. നമുക്ക് ഹാപ്പിനെസ് തരുന്നതും നമ്മളെ ഉയരത്തിലെത്തിക്കുന്നതുമായ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ UPSC വെച്ചായിരിക്കും നമ്മൾ ഉയരത്തിലെത്തുന്ന, അല്ലാതെ വളരെ വളരെ കാലിബറുള്ള വേറൊരാളായിരിക്കും. നല്ലൊരു സയൻറ്റിസ്റ്റ് ആവാം, നല്ലൊരു ഡോക്ടർ ആവാം. അങ്ങനെ ഒത്തിരി ഫീൽഡ്സ് ഉണ്ടാവും. അപ്പോൾ UPSC ഈസ് നോട്ട് അൾട്ടിമേറ്റ് തിങ്. ലൈഫിൽ ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലും നിങ്ങൾ എത്തണം എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ അഡ്വൈസ്. താങ്ക് യു വൈശാഖ്. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു നാടിനെ മൊത്തം, വൈശാഖിന് ഇത്രയും സ്കൂളിലോട്ടും പിള്ളേരോടും കണക്ട് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരു പ്രചോദനമായ വിജയമാണ്. ഹാഡ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. താങ്ക് യു. താങ്ക് യു സർ.
Fortune IAS Academy. More than just an academy.